നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സഹായക്രിയയാണ് പഠിക്കാൻ പോകുന്നത്. ഹിന്ദിയിൽ ക്രിയയെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഭേദമായിട്ടുള്ള പ്രയോഗിക രചന കെ ആധാർ പർ വീണ്ടും 7ആയി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഭേദം സാമാന്യക്രിയയാണ്. സാമാന്യക്രിയ നമ്മൾ ഇന്നലെ പഠിച്ചു. രണ്ടാമത്തെ ഭേദം സഹായക്രിയയാണ്. സഹായക്രിയയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് സഹായക്രിയ എന്നുള്ളത് നമുക്ക് നോക്കാം. वाक्य में मूल क्रिया को पूर्ण रूप प्रदान करने वाली क्रिया സഹായക ക്രിയ कहलाती है. അതായത് ഒരു വാക്യത്തിലെ പ്രധാന ക്രിയയെ പൂർണ്ണ രൂപത്തിലെത്തിക്കാൻ സഹായിക്കുന്ന ക്രിയയാണ് നമ്മൾ സഹായക്രിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു വാക്യത്തിലെ പ്രധാന ക്രിയയെ പൂർണ്ണ രൂപത്തിലെത്തിക്കാൻ സഹായിക്കുന്ന ക്രിയയാണ് നമ്മൾ സഹായക്രിയ എന്ന് പറയുന്നത്. അല്ലേ? സഹായക്രിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഹായിക്കലാണ് അല്ലേ? എന്തിനു വേണ്ടി സഹായിക്കലാണ്? പൂർണ്ണ രൂപത്തിലെത്തിക്കാൻ അല്ലേ? പ്രധാന ക്രിയയെ പൂർണ്ണ രൂപത്തിലെത്തിക്കണമെങ്കിൽ എന്ത് വേണം? സഹായക്രിയ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ക്രിയയെ പൂർണ്ണ രൂപത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വാക്യത്തിൽ എന്തൊക്കെ ഉണ്ടാവും? കർത്താവുണ്ടാവും, കർമ്മം ഉണ്ടാവും, ക്രിയയുണ്ടാവും അല്ലേ? നമുക്ക് നോക്കാം. മോഹൻ ഖാന ഖാത്താ ഹെ. മോഹൻ എന്താണ്? കർത്താവാണ്. ഖാന കർമ്മമാണ്. ഖാത്താ ഹെ എന്താണ്? ക്രിയയാണ്. അവിടെ ഹേ എന്നുള്ളത് എന്താണ്? സഹായക്രിയയാണ്. ഹേ വരുമ്പോഴാണ് അവിടെ പൂർണ്ണ രൂപത്തിലെത്തുന്നത് അല്ലെ? ഒരു പൂർണ്ണത ഉണ്ടാവുന്നത്. രാധ ഖേൽനെ ജാതി ഥി. വേ പത്ര ലിഖ്തേ ഹേ ഹം സ്കൂൾ ഗയേ ഥി. ഇവയൊക്കെ എന്താണ്? ഥേ, ഹാം, ഥി, ഹേ ഇതൊക്കെ ഹിന്ദിയിലെ സഹായക്രിയക്ക് ഉദാഹരണങ്ങളാണ്. ഹിന്ദിയിലെ കർത്താവിനനുസരിച്ചിട്ടാണ് നമുക്ക് അവസാനം നമ്മൾ ചേർക്കുന്ന സഹായക്രിയകൾ വരുന്നത്. പുല്ലിംഗമാണെങ്കിൽ ഥ എന്നും, സ്ത്രീലിംഗമാണെങ്കിൽ ഥി എന്നും, ബഹുവചനമാണെങ്കിൽ പുല്ലിംഗ ബഹുവചനം ആണെങ്കിൽ ഥേ, പുല്ലിംഗ സ്ത്രീലിംഗമാണെങ്കിൽ ഥീം എന്നും വരും. അങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ വരുന്നത്, സഹായക്രിയകൾ വരുന്നത്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ സഹായക്രിയ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.